ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് കപ്പയും ബീഫിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. 1 കിലോ കപ്പയും 1 കിലോ ബീഫും എടുത്തിട്ടുണ്ട്. അതിന് കപ്പ ഞാൻ ആദ്യം വേവിക്കാൻ വെച്ച് നമുക്കിനി ഇറച്ചി വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. സവാള കുറച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ. അതിന് വേണ്ടുന്ന പച്ചമുളകും വേപ്പിലയും മല്ലിച്ചീരയും ഇട്ട് കൊടുത്ത് നമുക്കിനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റാക്കി കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഈ കല്ലിട്ടൊന്ന് ചതച്ചെടുക്കാം. പേസ്റ്റായിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ്, ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചീത്തയായ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കഴുകിയെടുക്കണേ. അതിൻ്റെ ഇടയിൽ കപ്പ വെന്താന്ന് നോക്കാം കേട്ടോ. കപ്പ ഞാൻ വേറെ വേവിക്കണം കേട്ടോ. എന്താണെന്നാൽ ബീഫ് അതിൽ നിന്ന് എടുത്ത് എനിക്ക് കുറച്ച് ഒലത്തണം. ബീഫ് വെന്തട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളകും കൂടി എടുക്കുക. ഈ ഉള്ളി നമുക്ക് പൊളിച്ചുകൊണ്ട് വരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ഒലത്തണത്. നല്ല ടേസ്റ്റാണ് ബീഫ് ഒലത്തിയത്. വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക്, ഈ കുരുമുളക് ആദ്യം ചതക്കാം കേട്ടോ, പൊടിക്കുക. എന്നിട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതക്കാം. കറി വെക്കണേലും ടേസ്റ്റ് ബീഫ് ഒലത്തുക കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ആ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഇല്ലേ, അത് ഇതിലോട്ടിട്ട് നന്നായി വഴറ്റി കുറച്ച് മുളക് പൊടി ഇട്ട് ഇറച്ചിയിട്ട് ഞാൻ ദേ ഒലത്തിയെടുത്തട്ടാ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ബീഫ് ഒലത്തിയതിൻ്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. ഇനി നമുക്ക് കപ്പ വയ്ക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കുറച്ച് സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി, അതും കൂടി ഇട്ട് കൊടുത്തട്ടാ. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയത് കൊണ്ട് ഫോൺ ഇതായിപ്പോയി. അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ ഫോണിലാണ് പിന്നെ കാണിക്കാൻ പറ്റിയത് എനിക്ക്. സവാള വാടി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പൊടികൾ എടുക്കണ്ടേ. മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനവും കൂടി ഇതിലിട്ട് വഴറ്റണം. ഈ സവാള വാടി കഴിയുമ്പോൾ നമുക്ക് ആ ചേരുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല പൊടികൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കപ്പയും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് കപ്പയും ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കപ്പ ഇത്തിരി വേകാത്ത കപ്പയായിരുന്നു ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് കപ്പയും ബീഫും നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ബീഫ് ഒലത്തിയതിൻ്റെ അഭിപ്രായം പറഞ്ഞു കേട്ടോ. അടിപൊളിയായിരുന്നു ബീഫ് ഒലത്തിയത്. അപ്പം ബീഫ് ഒലത്തിയത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ് ചെയ്യാത്തവരെനിക്ക് സബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞു കേട്ടോ. ചിലതൊന്നും എനിക്കിതിൽ കാണിക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോൺ ഇതായിപ്പോയി. ഫോൺ പെട്ടെന്ന് ഇത് പിടിച്ച് വന്നപ്പോൾ ചാർജ് ഇറങ്ങിപ്പോയി. അപ്പം ചേട്ടൻ്റെ ഫോണിലാണ് കാണിച്ചത്. പൊടികൾ ഇടണമൊന്നും കാണിക്കാൻ പറ്റിയില്ല. ബീഫ് ഒലത്തിയതും കപ്പയും ബീഫും കൂടിയുള്ള കറിയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ഇതിന് കമൻറ്റ് ഇടണോട്ടെ എനിക്ക്. Okay, bye. Thank you.